ശ്രീ ഡോക്ടർ എം ശശികുമാർ, ഗോലോകാനന്ദജി മഹാരാജ്, ശ്രീ മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ, നമ്മുടെ ഈ പ്രദേശത്തെ എംഎൽഎയും ആരോഗ്യമന്ത്രിയും കൂടിയായ പ്രിയപ്പെട്ട ശ്രീമതി വീണ ജോർജ്, ഈ വേദിയിലുള്ള എംപിമാർ ശ്രീ ആന്റോ ആന്റണി, ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ശ്രീ പ്രമോദ് നാരായണൻ എംഎൽഎ, ശ്രീ പി എസ്. വള്ളംകളി ഉണ്ടെങ്കിലും വള്ളംകളി മത്സരങ്ങളുണ്ടെങ്കിലും ഏറ്റവും പൗരാണികമായ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി എന്ന് നമുക്കറിയാം. ഞങ്ങൾ ടൂറിസം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ വിവിധ വള്ളംകളി സ്ഥലങ്ങൾ പോകുന്നതാണ്. ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ വള്ളംകളി നടക്കുന്നൊരു ജില്ല. പക്ഷേ ഈ വള്ളങ്ങളെല്ലാം കൂടെ അണിഞ്ഞൊരുങ്ങി ആറന്മുളയിൽ ഇങ്ങനെ നിറഞ്ഞ് ആ നെറ്റിപ്പട്ടം പോലെ മനോഹരമായ അലങ്കാരങ്ങളുമായി നിൽക്കുന്ന ഈ കാഴ്ച കേരളത്തിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ നാടുവാഴികളുടെയും നാടുജീവിതത്തിന്റെയും ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് യുദ്ധവും അന്നത്തെ നാട്ടിൻ പുറത്തേക്ക് ആയുധങ്ങളുമായി രാജ്യത്തെ സംരക്ഷിക്കാൻ നടന്നിരുന്ന യുദ്ധത്തിന്റെയൊക്കെ ചരിത്രം ഇതിന്റെ ഭാഗമാണ്. ആ ചരിത്രമൊക്കെ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇത്തരം വള്ളംകളികളും ഈ ആചാരങ്ങളും നമ്മളെ സഹായിക്കും. നമ്മുടെ പൂർവികരുടെ, നമ്മുടെ നാടിന്റെ പഴയ കാലത്തേക്ക് കടന്നു പോകാൻ ഇത്തരം വിവിധ പരിപാടികൾ സഹായിക്കും. അത് കേരളത്തെ സംബന്ധിച്ചും കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും അന്വേഷിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആചാരപരമായ കാര്യങ്ങൾ മാത്രമല്ല, ചരിത്രപരമായ കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. എങ്ങനെയായിരുന്നു കേരളം പണ്ട് എന്നറിയുന്നതിന്റെ ഒരു തിരനോട്ടമാണ് ഇത്തരം സ്ഥലത്ത് കൂടി നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾ, കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കാണുവാൻ കടന്നു വരുന്നതിന് ടൂറിസം സംഘത്തിന്റെയും ഈ നാട്ടുകാരുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം തന്നെ ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ഗോപാലൻ അവർ ഈ ജലഘോഷയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ജലഘോഷയാത്രയുടെ ഒന്നാമത്തെ ഹീറ്റില് ഇടശ്ശേരിമല, മൂവത്തൂർ പടിഞ്ഞാറ്, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക് എന്നീ പള്ളിയോടങ്ങൾ ബഹുമാന്യനായ മുഹമ്മദ് റിയാസ് അവർക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട്. രണ്ടു വാക്ക് പറയുന്നതിന് അദ്ദേഹത്തെ ബഹുമാന്യപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ, ഇവിടുത്തെ എംഎൽഎ കൂടിയായിട്ടുള്ള ബഹുമാന്യ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ബഹുമാന്യനായ മന്ത്രി ശ്രീ സജി ചെറിയാൻ, ബഹുമാനപ്പെട്ട എംപിമാർ ശ്രീ ആന്റോ ആന്റണി, ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ജില്ലാ കളക്ടർ, പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, വളരെ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണിത്. ചരിത്രപരമായ ഏറെ സവിശേഷതകളുള്ള മണ്ണാണ് ആറന്മുള എന്നുള്ളത് നമുക്കറിയാം. കണ്ണാടിയും വള്ളസദ്യയും പള്ളിയോടങ്ങളും ക്ഷേത്രവും എല്ലാം ചേർന്ന് ലോകത്തേതൊരു വരാൻ സാധ്യമാകുന്ന ഒരു ഡെസ്റ്റിനേഷനുകളുടെ സർക്യൂട്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ലോക ടൂറിസത്തിന്റെ ഭൂപടത്തിൽ തന്നെ ടൂറിസം വകുപ്പിന്റെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള മൈക്രോ സൈറ്റിൽ ആറന്മുളയിലെ ക്ഷേത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ബഹുമാനിയായ എംഎൽഎ കൂടിയായ മന്ത്രി ശ്രീമതി വീണ ജോർജും തൊട്ടപ്പുറത്തെ എംഎൽഎ കൂടിയായിട്ടുള്ള ശ്രീ പ്രമോദ് നാരായണനും ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പള്ളിയോട സംഘങ്ങൾക്ക് ധനസഹായത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന്റെ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബഹുമാനീയ മന്ത്രി ശ്രീ സജി ചെറിയാനും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീ പ്രമോദ് നാരായണൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സബ്മിഷനും കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളിയോട സേവാ സംഘം സെക്രട്ടറി
അന്ന് സൈന്ധവർ നൽകിയ നദി എന്നർത്ഥമുള്ള സൈന്ധവരുടെ ഭാഷയിൽ നദി എന്നർത്ഥമുള്ള ഒരു വാക്കാണ് പമ്പ. പമ്പയുടെ ഉത്ഭവം തന്നെ ചരിത്രത്തെ, മതസൗഹാർദ്ദത്തിന്റെ ചരിത്രത്തെ, ഉച്ചനീചത്വങ്ങളില്ലാത്ത ചരിത്രത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. പമ്പയുടെ ഉത്ഭവം മാതങ്കൻ എന്ന് പറയുന്ന മഹർഷി, അവൾക്ക് നീലി എന്ന് പറയുന്ന ഒരു കാട്ടുജാതിക്കാരിയായ ഒരു പെൺകുട്ടി അന്ന് അവൾ പാദപൂജ ചെയ്തിരുന്നു. അതിൽ പ്രീതിപ്പെട്ട മാതങ്കൻ അവളെ ഭൂമിയിൽ ഒരിക്കലും വറ്റി വരാത്ത നദിയായി ജലമായി ഒഴുകട്ടെ എന്ന് അനുഗ്രഹിച്ച ആ നദിയാണ് പിന്നീട് പമ്പ എന്ന് സൈന്ധവ സംസ്കാരം പേരിട്ട് വിളിച്ചത്. പാപനാശിനിയാണ് പമ്പ. അങ്ങ് ശബരിമലയിൽ നിന്നുള്ള പാപങ്ങളെല്ലാം കഴുകി ഇതിലൂടെ കൊണ്ടുപോയി സമുദ്രത്തിനെ ശുദ്ധമാക്കുന്ന ഇവിടെ ആറന്മുള ഉത്രട്ടാതി നിലത്തിലെ മനോഹരമായ ഐതിഹ്യ പെരുമയുള്ള പള്ളിയോരങ്ങൾ എങ്ങനെ, ആദയാഭരണങ്ങൾ എങ്ങനെ, മുത്തുക്കുടകളുണ്ട്, വെച്ചുപാട്ടിന്റെ ആറന്മുള ശൈലിയുടെ പാട്ടിന്റെ പെരുമ തീർത്തുകൊണ്ട് കടന്നു പോവുകയാണ്. പാട്ടാശന്മാരുണ്ട്, പാട്ടുകാരുണ്ട്, വള്ളംകളിക്കാരുണ്ട്. വള്ളംകളിക്കാരെന്ന് പറയുമ്പോൾ ആറന്മുള നിവാസികളെ ഒന്നറിയണമെങ്കിൽ വേറൊന്നുമില്ല. പരിണാമ സങ്കീർത്തന നാടാണ്, വള്ളസദ്യയുടെ നാടാണ്. വള്ളസദ്യ എന്ന് വെച്ചാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ 70 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പിക്കൊടുക്കുന്ന നാടാണ്. പാട്ടുപാടി ഉണ്ണുന്ന നാടാണ്, പാട്ടുപാടി എണ്ണം ചോദിക്കുന്ന നാടാണ്, പാട്ടിന്റെ സംസ്കാരം പുറപ്പെടുന്ന നാടാണ്. അങ്ങനെ പേരിലും പെരുമയിലും ചരിത്രത്തിലും പാരമ്പര്യത്തിലും എന്നും അർപ്പിച്ചുകൊണ്ട് 2024 ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ആവേശകരമായ വർണ്ണാഭമായ വർണ്ണ പവിട്ടാർന്ന ജലഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലകാല സ്മരണകള് മലയാളികളുടെ മനസ്സിൽ ഉണർത്തുമ്പോൾ, ഓണനാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, അതേ കള്ളവും ചതിയും വഞ്ചനയുമില്ലാത്ത പഴയകാല സ്മരണകള് മലയാളികളുടെ മനസ്സിൽ ഉണർന്നു നിൽക്കുകയാണ്. ഐതിഹ്യ പെരുമ വിളിച്ചോടുന്ന ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ആത്മീയതയുടെ നിറവിൽ പ്രവിച്ചു നിൽക്കുകയാണ്. അതേ കേരളത്തിലെ ജലോത്സവങ്ങള് ഏറെ ജലോത്സവം ആറന്മുള ഭഗവാന്റെ വെച്ചുതട്ടിയ ചുണ്ടൻവള്ളം ഇതാ ഈ പമ്പയാറ്റിലൂടെ അതേ ആവേശത്തില് വഞ്ചിപ്പാട്ട് പാടി, താളപ്പാട്ട് പാടി, വെച്ചുപാട്ട് പാടി, ആത്മീയതയുടെ നിറവില് മുത്തിക്കുടകളൊക്കെ കറങ്ങി എത്ര മനോഹരമായി കടന്നു പോകുന്നു. അതേ ലോകത്ത് ഒരിടത്തും കാണാൻ നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവം വേറെ മറ്റൊരിടത്തും നമുക്ക് കാണുവാൻ സാധിക്കില്ല. പുന്നമടയിലെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ആ സന്തോഷത്തിൽ തരത്തിലുള്ള ഒരു ജലോത്സവമാണ് എല്ലാ വർഷവും നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി. കഴിഞ്ഞ വർഷം പ്രിയങ്കനായ കെ എസ് രാജനായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. അതുപോലെ ട്രഷററുമൊക്കെ ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം എന്നെ സമീപിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പിന്നീട് ഇന്നലെ വിളിച്ചു. ആറന്മുള ജലോത്സവത്തിന് സഹായം എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഞാനിവിടെ പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ സാധുകൾ സാർ നിർബന്ധമായത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് പണമില്ലാത്തൊരു വകുപ്പായതുകൊണ്ടും നിൽക്കുന്ന മെഡിമിക്സാണ് ഈ ജലോത്സവത്തിന്റെ മുഖ്യ സ്പോൺസർ. മെഡിമിക്സ് ആണ്. ജനഘോഷയാത്ര ഏതാണ്ട് പര്യവസാനിക്കുകയാണ്. ശ്രീ ആന്റോ ആന്റണി, ശ്രീ കൊടുക്കൽ സുരേഷ്, ശ്രീ പ്രമോദ് നാരായണൻ MLA, ബഹുമാന്യരായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി പി രാജപ്പൻ, ശ്രീ പ്രേംകൃഷ്ണൻ IAS, സമാദരണീയനായ സംബോധ്യ സ്വാമിജി, ഗോലോകാനന്ദജി മഹാരാജ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള മുൻ MLA മാർ ശ്രീ A പത്മകുമാർ, ശ്രീ KC രാജഗോപാലൻ, ശ്രീമതി മാലേറ്റ് സരളാദേവി, അതുപോലെ തന്നെ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളും വിവിധ മത സാമുദായിക നേതാക്കൾ, ശ്രീമതി KN മോഹൻ ബാബു, ശ്രീമതി ഇന്ദിരാദേവി, ശ്രീ പോൾരാജൻ, ശ്രീമതി ഷീജ, ശ്രീമതി മിനി ജിജു ജോസഫ്, ശ്രീ R അജയകുമാർ, അഡ്വക്കേറ്റ് ഓമലു ശങ്കരൻ ഉൾപ്പെടെ, ശ്രീ പോൾ രാജനൊക്കെ ഉൾപ്പെടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ,
ബഹുമാന്യരെ പള്ളിയോട് സേവാ സംഘത്തിന്റെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ശ്രീ പ്രസാദാനന്ദ ഭവൻ ഉൾപ്പെടെ ട്രഷറർ ഉൾപ്പെടെ സാരഥികളെ, ശശീരൻപിള്ള സാറ്, ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയം നിറയുമ്പോൾ വാസ്തവത്തിൽ വാക്കുകൾക്കൊരു പ്രസക്തിയുമില്ലാതെയാകും. കാരണം നാം എല്ലാവരും ഒരേ വികാരത്താൽ ബന്ധിക്കപ്പെട്ടവരാണിപ്പോൾ. ആ വികാരം എന്നുള്ളത് നമ്മുടെ ആറന്മുള എന്നുള്ള വികാരമാണ്. ആ വികാരം എന്നത് നമ്മുടെ ഉത്രട്ടാതി ജലോത്സവം എന്നുള്ള വികാരമാണ്. നാം എല്ലാവരും ഒന്നാണ് എന്നുള്ള വികാരമാണ്. എത്രയോ സവിശേഷമായ കാര്യങ്ങളാൽ വ്യത്യസ്തമായി നിലനിൽക്കുന്നതാണ് പമ്പയുടെ പെരുമാറിലൂടെ നടക്കുന്ന ഉത്രട്ടാതി ജലമേള. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ആചാരവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി തലമുറകളായി കൈമാറി എത്തുന്ന ഈ ജലോത്സവം അതിന്റെ തനിമ ചോരാതെ, ഒരു കോട്ടവും തട്ടാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിനു വേണ്ടി ഈ കാലത്ത് അതിന്റെ ഐതിഹ്യവും ചരിത്രവും വിശ്വാസവും ആചാരവും ലോകത്തെവിടെയാണെങ്കിലും ഈ ഉത്രട്ടാതി നാളിൽ ഉത്രട്ടാതി ജലോത്സവം നടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാകും. ഇവിടെ നേരിട്ടെത്താനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കും. ആറന്മുളയുടെ ഓണം ഏറ്റവും തിളക്കമുള്ളതാകുന്നത് ഉത്രട്ടാതി നാളിലാണ്. ഇനി അഥവാ നമുക്ക് നേരിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് നാം തീർച്ചയായിട്ടും ഇത്രയും മണിക്കൂറുകൾ ഈ പമ്പയിലൂടെ പ്രഭാവത്തോടുകൂടി ഗാംഭീര്യത്തോടുകൂടി തുഴഞ്ഞു മുന്നേറുന്ന പള്ളിയോടങ്ങൾക്കൊപ്പമായിരിക്കും നമ്മുടെ മനസ്സ് എന്നുള്ളതിൽ ഒരു സംശയവും നന്ദി ഈ മണ്ണിന്റെ പേരിൽ, ഈ നാടിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ദീർഘനാളുകളായി ഞാൻ കഴിഞ്ഞ 8 വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി, സംസ്ഥാനത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി, സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മന്ത്രി, ഇവർ 3 പേരും ഒന്നിച്ച് ഇവിടെ എത്തണം. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, അദ്ദേഹം നമ്മുടെ കോട്ടയം ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരൻ പോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഇതിന്റെ ഓരോ കാര്യങ്ങൾ പറയും. ഇന്ന് 3 മന്ത്രിമാരും ഇവിടെ ഉണ്ടെങ്കിൽ MLA ഫണ്ടിൽ നിന്ന് കൂടി അതിന്റെ ഭാഗമായി നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും MLA ഫണ്ടിൽ നിന്ന് കൂടി ബഹുമാനപ്പെട്ട